എന്റെ മോനെ പെണ്ണ് താണ്ടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് റേഞ്ച് ആയിട്ടിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, അതൊക്കെ എന്റെ കല്യാണത്തിന് വേണ്ടി മേടിച്ചു. അത് കലക്കി. വലുതാൽ വെച്ച് ഇറങ്ങിയിട്ട് വരണേ. പൊന്നിന് മധുരം മധുരം മധുരം. ചെക്കനാണേ ഫസ്റ്റ്. കുഞ്ഞിനുണ്ട് ഈ കൈ ഇങ്ങോട്ട്. ഓ എന്റെ പൊന്ന്, വാ വന്നോ, വാ വാ പൊന്നു, വാ വാ കേറി വാ. ഇത് ഞങ്ങൾ ചടങ്ങ് പകരം ചടങ്ങായിട്ട് കയറ്റി കേട്ടോ. ഓക്കെ, വലുതാല് വെച്ച് കേറി കേറി വാ. ഇതാണ് പൊന്നുവിന്റെ അമ്മ സുമ. നല്ല പേരല്ലേ? മുതൽ അമ്മ. ഇത് അമ്മയുടെ ചേച്ചി. എന്റെ ഈ വീട്ടിലെ, അതായത് 20 വർഷം ഞാൻ ഈ വീട്ടിൽ താമസിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ രഹസ്യ സൂക്ഷിപ്പ് എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു. അത് ഞാൻ നേരെ സംഭവത്തേക്ക് ചാടി എത്ര. പക്ഷെ അത് മാത്രം ഞാൻ പറയാത്ത എന്റെ പരിവും. അച്ഛനും ചേട്ടനും ഇവിടെ ഇല്ലാട്ടോ, അവരിപ്പോ വരും. ജോലിക്ക് പോയിട്ടാണ് ഇപ്പൊ വരുന്നുള്ളൂ കേട്ടോ. എന്റെ പൊന്നു വന്നാ. ഇത് ഉണ്ണിച്ചി നാട്ടാ വിളിക്കുന്നേ. ഉണ്ണിച്ചിന്റെ മോനാണ്. ഷുട്ടുവിന്റെ പേര് പറ. ഹായ് പറ. ഹായ് പറഞ്ഞ ഷുട്ടു. ആ പൊന്നൂരെ പാവക്കുട്ടി. ഇതിന്റെ പേരെന്തായിരുന്നു? ടോപ്പി. ഇത് കുഞ്ഞിപ്പെണ്ണ പോലെ ഇത് കാണാൻ. 2012 12 വർഷം. 12 വർഷം പഴക്കമുള്ള ടോപ്പിയാട്ടോ. ഞാൻ പോകുമ്പോ അതിന്റെ മൂക്കിലായിരുന്നു ഞാന് പൈസ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് പൊന്നുവിന്റെ വീട്ടിലെ ഫോട്ടോ സെക്ഷൻ കേട്ടോ. അതാ ഇതാണ് പൊന്നു. പണ്ടത്തെ പൊന്നുവിനെ കണ്ടോ? ആ സൈഡിൽ ഇരിക്കുന്നതാണ് പൊന്നുവിന്റെ ചേട്ടൻ. ഇതാരാ? നീ കണ്ടിട്ടില്ലല്ലേ? എന്റെ അച്ഛന്റെ അമ്മയാണ്. ഇത് രാമായണം, ആധ്യാത്മ രാമായണം. ഇത് കൃഷ്ണൻ. ആ കിണ്ടിയും ഇതൊക്കെ കണ്ടോ, അതൊക്കെ എന്റെ കല്യാണത്തിന് വേണ്ടി മേടിച്ചു. അപ്പൊ എനിക്ക് വേണ്ടി മാറ്റി വെച്ച കിണ്ടി ആയിരുന്നു കേട്ടോ. അതാണ് അച്ഛനും അമ്മയും. ഇത് പൊന്നുവിന്റെ അച്ഛനും അമ്മയും. ഇത് അല്ല, അവന്റെ അതിന്റെ അടിപൊളി ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതാണ് പൊന്നുവിന്റെ ചേട്ടൻ. ഇതാണ് എന്റെ കൊച്ചു വീട് കേട്ടോ. പിന്നെ എന്താ പറയാ, വിളിക്കാൻ പറഞ്ഞാ മറ്റേ ഇച്ചായ ഇരുന്ന് ആസ്വദിക്കും അവൻ. എടാ സംഭവം കൊറേ നാൾക്ക് ശേഷം കേട്ടിട്ടെന്നാ. ഞാൻ തന്നില്ലാന്ന് പറയരുത് കേട്ടോ, ഞാൻ സ്വീകരിച്ചില്ലാന്ന് പറയരുത്. എന്റെ മോനെ പെണ്ണ് താണ്ടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് റേഞ്ച് ആയിട്ടിരിക്കുവാണ് കേട്ടോ. പൊന്നു താണ്ടെ സ്കൈന്റെ ചാനലിൽ വീഡിയോ എടുക്കുവാണേ. ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര കളി കേട്ടോ. ചേരുന്നുണ്ട്. പിന്നെ എന്താ മനസ്സിലായിട്ടാ തോന്നുന്നു. രാത്രി ആയെന്ന് ഡൗട്ടായി കാണും പെണ്ണിന് കേട്ടോ. എന്താ എന്താ ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്ന മുന്തിരി പറഞ്ഞല്ലേ, അതിന്ന് കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഈ പ്രാവശ്യം 7 കിലോന്റെ വിളവെടുത്തു എന്ന് പറഞ്ഞേ. എടാ മോനെ, അതാണ് മോരുകറി, പപ്പടം, കൊണ്ടാട്ടം, പിന്നെ കടുക്, പാവയ്ക്ക, ചിക്കൻ, തോരൻ. ഇവിടുത്തെ എന്നെ കാലിക്കൊണ്ടിരിക്കുക. എന്തോ പറയൂ.
എല്ലാവരും ചോറ് കഴിക്കുന്നു. ഞാനിവിടെ ചോറ് കഴിക്കുന്നു. എന്താടാ കൈ എന്താ പരിപാടി? അമ്മയ്ക്ക് ചടച്ച് തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ. എന്താ സംഭവം? ഇതാണ് കേട്ടോ എൻ്റെ കൊച്ചു വീട്, എൻ്റെ കൊച്ചു ഭർത്താവ്. ഇത് നോക്ക, നിന്റെ കയ്യിൽ ഇത്ര ഉള്ളു. അഞ്ച് ചാമ്പിടാണീ കുഞ്ഞല്ലേ. അപ്പാ ഓ കൈ അത് ചാട് നോക്കടാ, അത് പിടിക്കാനേ. അയ്യോ അവൻ വിചാരിച്ചത് നിന്റെ പേര് ശരിക്കണോ അപ്പാന്നാന്ന്. അതിന് അപ്പ എടുക്കണമെന്ന്. ചെത്തി ചെത്തി തിന്നുമ്പോ മതി. ആണോ? കണ്ടോ ഞാൻ കാണിച്ച മുന്തിരി ഉണ്ടോ? അയ്യോ ഇതിവിടെ തുടങ്ങി രണ്ടു. അപ്പൊ ഇപ്പൊ എടുക്കും കൊച്ചിനെ. ഇതാണ് പൊന്നുവിന്റെ വീട് കേട്ടോ. കണ്ടോ ആ നിൽക്കുന്ന പൊന്നു. എവന് ചിരി വരുവാ അതിനെ കാണുമ്പോ. ആ ആ ഇതാ 7 കിലോ മുന്തിരി കിട്ടി നട്ട പറഞ്ഞ പൊന്നു നട്ട മുന്തിരിന്ന് കണ്ടോ. അവിടെ പൊന്നുവിന്റെ പണ്ടത്തെ ട്യൂഷൻ പിള്ളേർ വന്നിട്ടുണ്ട്. മോളുടെ പേരെന്താ? ഐഷ്യാനിത. ഇതാ പൊന്നുവിന്റെ ട്യൂഷൻ പിള്ളേരാട്ടോ. എനിക്ക് മനസ്സിലായില്ല. പൊന്നു ഇത്ര ഉള്ളപ്പോ ട്യൂഷൻ എടുത്തതാണ്. ഞാനല്ല ആ കൊച്ചു ഇതിലല്ല, അത് അവന്റെ അത്ര അല്ലേ? ആണോ? നിങ്ങൾ തല്ലുമായിരുന്നു ഇവള്? പൊന്നു ഭയങ്കര ട്യൂഷൻ പഠിപ്പില്ലായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടുമായിരുന്നു അവള്. പൊന്നു പഠിപ്പിച്ച് അങ്ങനെ പിള്ളേർ വലിയ നിലയിലെത്തി. ഇപ്പൊ പൊന്നിനെ കാണാൻ അപ്പൊ എല്ലാവരെയും കണ്ട് അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സംഭവം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പുറകിലിരിക്കുന്നുണ്ട്. ആ വണ്ടിയിൽ ചേട്ടയുണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മള് അമ്മേന്റെ ചേച്ചീന്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അമ്മേന്റെ അമ്മയും അമ്മേന്റെ ചേച്ചിയും അവിടെയാണുള്ളത്. അപ്പൊ ഇനി അവരെയും കൂടെ കണ്ടിട്ട് നമ്മള് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും. അമ്മേന്റെ അമ്മ മാധു. അമ്മേന്റെ അമ്മ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചത്. ആരായിരുന്നു? ആരാ? വലിയ പുള്ളിയാ. ഇപ്പങ്ങനെയായിപ്പോയി അല്ലേ? എല്ലാ മക്കളെയും. അമ്മമ്മേന്റെ ഒരു ഹൈലൈറ്റ് പാട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു? നമ്മന്നാരാച്ചി പറ പറ നമ്മന്നാരാച്ചി. അതാരാ എടാ അതാരാ അത് പാടിക്കാൻ ഇപ്പൊ ഒന്നിനും വന്നിട്ടാണ് ഇങ്ങനെ ഞാനിപ്പോ അമ്മയോട് ഒരു പുളി ഞാൻ കഴിച്ചത്. നമ്മളെന്തെല്ലാം കളി കളിച്ചിട്ട് ഏതൊന്നും കളി കളിച്ചിട്ട് അന്ന് ഇപ്പം കളിച്ചുകൂടായിരുന്നു. കുറ്റ്യാടി ഭാഷ കേട്ടോ. നിങ്ങക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. എനിക്ക് ഇടയ്ക്ക് നമ്മള് നിങ്ങളടുത്തു എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അത് കുറ്റ്യാടി ഭാഷ കേട്ടോ എനിക്ക് വരുന്നത്. അത് ആ പാട് നമ്മന്നാരാച്ചി പാട്. ഇപ്പൊ പാടിയേ പറ്റുള്ളൂ. നാരാജി കൊടുത്ത് എന്തുണ്ട് കുഞ്ഞിനെടുത്ത് എന്തുണ്ട് എന്തിനെ കൂട്ടുപോകാൻ എന്തുണ്ട്. ഇനിയത്തെ ഞായറാഴ്ച പോകും. ഞായറാഴ്ച പോവും. അപ്പൊ പാടാന്ന്. ഇതാണ് പൊന്നുവിന്റെ അമ്മേന്റെ ചേച്ചി.
എടുക്കില്ല, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. മേക്കപ്പൊക്കെ ചെയ്യട്ടെ. ഓ മേക്കപ്പ് ചെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്യാത്ത ആളാ. ചേച്ചി ശോഭ. അമ്മേന്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണോ? അല്ല, അല്ലേ എന്റെ പൊന്നു മോനെ നീ വയസ്സത്തിയാക്കല്ലേ. അമ്മേന്റെ തൊട്ട മൂത്ത ചേച്ചി. ആ, തൊട്ട് മൂത്ത. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മൂത്ത ചേച്ചി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ല, ഏറ്റവും മൂത്ത ചേച്ചി ഏറ്റവും മൂത്ത ചേച്ചി. അത് കഴിഞ്ഞ് രണ്ടാണ് ആങ്ങള, പിന്നെ ശോമ, പിന്നെ അമ്മ. അങ്ങനെ 5 മക്കളുണ്ട്. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഓടി 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 ഞാൻ ഏതൊരു മേക്കപ്പ് നിന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ടല്ലോ. ഓളെ കൂട്ടിക്കോ. എല്ലാവർക്കും പേടിയാട്ടോ, തോക്കിയുണ്ടെന്ന് പോലെ എല്ലാവരുടെ നേരെ ക്യാമറ എടുക്കുമ്പോ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് വീട്ടിൽ പോയി ഇറങ്ങിട്ടോ. ഇപ്പൊ രാത്രി വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ജേർണി? അടിപൊളിയായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോയിട്ട് അർജന്റായിട്ട് കേസ് ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ചാറിൻ്റെത് കൊടുക്കാനുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുക. അപ്പൊ അത്രയുള്ള വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം.